2, 3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ, പിന്നെ നല്ല കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കിണറാണ് കേട്ടോ. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ കിണറിൽ ഇങ്ങനെ എപ്പോഴും നിറയെ വെള്ളം ഉണ്ടായിരിക്കും. പിന്നെ രാത്രിയിൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് മുറ്റത്ത് നിറയെ ചപ്പ് വീണ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് എനിക്ക് ഈ മുറ്റടിക്കാൻ തീരെ ഇഷ്ടമല്ല. എത്ര അടിച്ചാലും ചപ്പുകൾ നീങ്ങുകയില്ല. പിന്നെ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചിടാമെന്ന് കരുതിയിട്ട് വേഗം മുറ്റടിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ അപ്പോഴും ഉണ്ട് കേട്ടോ. മുറ്റടി കഴിഞ്ഞപ്പോഴേക്കും ആകെ നല്ലോണം തണുത്ത് വിറച്ചു. എന്നാൽ പിന്നെ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി. കട്ടൻ ചായയാണ് കേട്ടോ മഴക്കാലത്ത് ഏറ്റവും ബെസ്റ്റ്. കാരണം തണുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ്. ഒരു ചൂട് കട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ പമ്പ് കിടക്കും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടന് ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് മാത്രമാണ് കേട്ടോ ചായ വെച്ച് കുടിച്ചത്. പിന്നെ 2, 3 വഴുതനങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു തൈകളിൽ. അപ്പോഴേക്കും ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴത്തന്നെ മാറും. പിന്നെ 2 വഴുതനങ്ങ പൊട്ടിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് വഴുതനങ്ങ വേണ്ട എന്ന്. അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് ഉരുളൻകിഴങ്ങും പയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് കിഴങ്ങ് കൊണ്ട് ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞ് അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പയറുണ്ടായിരുന്നത് ഞാൻ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പയറുപ്പേരി ഏട്ടന് നല്ല ഇഷ്ടമുള്ള ഉപ്പേരിയാണ്. അങ്ങനെ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയി വരുമ്പോഴേക്കും ഇവിടെ ഉരുളൻകിഴങ്ങൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ ഏട്ടന് പോകാനുള്ള സമയം ഏറെക്കുറെ ആയി വരുന്നുണ്ട്. ഏട്ടന് കഞ്ഞി കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിനി ചോറൊക്കെ ആക്കാം. അപ്പോൾ ചോറിന് അരി രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇടട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് അരി ഇടുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പയറുപ്പേരി ആക്കി. പിന്നെ തലേദിവസമായിട്ട് 2 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴമാങ്ങയാണ്. അപ്പോൾ ഏട്ടന് ഈ പഴമാങ്ങ അങ്ങനെ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഞാൻ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് മാങ്ങയൊന്നും അങ്ങനെ കഴിക്കാറില്ല, തണുപ്പല്ലേ. അപ്പോൾ ഏട്ടന് ഏത് കാലത്തും ഇതൊക്കെ പറ്റും. ഞാനേ കഴിക്കാത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്